എല്ലാവർക്കും ട്രാവലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത്, അതായത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഇടതിരിഞ്ഞ് ഭാഗത്തുള്ള ഒരു ചേട്ടനാണ്. അതായത് ഒരുപാട് തരം എക്സോട്ടിക് ഫിഞ്ചസുകളുടെ കളക്ഷൻ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്തരത്തിൽ, അതായത് നമ്മളെല്ലാവരുടെയും കണ്ടുവരുന്ന തരത്തിലുള്ള ഫിഞ്ചസുകളും കാര്യങ്ങളല്ല, അതുപോലെ തന്നെ അതിൻ്റെ ഒരു വരുമാന മാർഗം കൂടി അദ്ദേഹം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലാഭകരമാണോ അല്ലെങ്കിൽ അതിപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ലാവൻഡർ വാക്സ് മില്ല്, കോട്ടൺ ബ്ലൂ, അതുപോലെ ഫയർ ഫിഞ്ച്, പിന്നെ പാരറ്റ് ഫിഞ്ച് എന്നീ പറയുന്ന ഒട്ടനേകം ഫിഞ്ചസുകളുടെ കളക്ഷൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. കഴിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് പ്രാവ് കൃഷിയുണ്ട്. അതൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അടുത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനോടെ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ഓരോ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ പൂച്ചക്കുളം, അതായത് കറക്റ്റ് സ്പോട്ട് പറയുകയാണെങ്കിൽ ഇടതിരിഞ്ഞ് കാക്കാതിരുത്തി ആ ഒരു ഏരിയയിലുള്ള നമ്മുടെ അനിൽ ചേട്ടൻ്റെ പ്ലോട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് തരം എക്സോട്ടിക് ബേർഡ് കളക്ഷനുകളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രാവ് കൃഷിയുണ്ട്, പിന്നെ കോഴി കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എന്തായാലും പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ അനിൽ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ പറയും എന്തൊക്കെ തരം കിളികളാണ്, ബേർഡ്സ് ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫിഞ്ചസ് ആണ്. ഫിഞ്ചസിൽ എക്സോട്ടിക് ഫിഞ്ചസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ചില കോമൺ ആയിട്ട് ഇവിടങ്ങളിൽ ആളുകൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ സ്റ്റാർ ഫിഞ്ച് ചെയ്യും, ഔട്ട് ഫിഞ്ച് ചെയ്യും, ലോങ് ടൈൽ ചെയ്യും. അത് വിട്ടിട്ടൊരു ഫിഞ്ചും അല്ലെങ്കിൽ പിന്നെ ഗോൾഡിയാണ് മാക്സിമം. അത് വിട്ടിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാരറ്റ് ഫിഞ്ച് ചെയ്യുന്നുണ്ട്, ബ്ലോസം ഹെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും കാണാൻ പറ്റിയത് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരുപാട് തരം കിളികളുണ്ട്. പക്ഷെ അതിനൊക്കെ അപേക്ഷിച്ചിട്ട് കിളികളിൽ ഒരുപാട് തരം ഫിഞ്ചിലാണ് ഏറ്റവും കൂടുതൽ കളർ വേരിയേഷൻ ഉള്ളത്, ഫിഞ്ചിലും പാരറ്റിലാണ് ആണല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ഫിഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള ബേർഡ്സിന് എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യാത്ത? മറ്റെന്ന് വെച്ചാലേ ആഫ്രിക്കനും കോക്ടെയിലൊക്കെ ഹെവി ബേർഡാണ്. പെട്ടെന്ന് അസുഖങ്ങൾ വരാത്ത ബേർഡുകളാണ് ആഫ്രിക്കനൊക്കെ. ഈ പുതിയതായിട്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആഫ്രിക്കനും കോക്ടെയിലൊക്കെയാണ്. എന്നുവെച്ചാൽ ഫിഞ്ച് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിന് ടെമ്പറേച്ചർ വേരിയേഷനിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഫിഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഫിഞ്ചിന് ചൂട് വേണം. അപ്പോൾ നമ്മളുടെ കാലാവസ്ഥ ചിലപ്പോൾ മഴ വരും, ചിലപ്പോൾ മഞ്ഞ് വരും. അപ്പോൾ അതിനനുസരിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൽ ബൾബുകൾ സെറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വേണ്ടിയിട്ട് നമ്മൾ ക്ലൈമറ്റ് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൽ തണുപ്പാണെങ്കിൽ ലൈറ്റ് ഇട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ആ ലൈറ്റിനോട് ചേരെ വന്ന് നിന്നിട്ട് ചൂടിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയണേ. അതിൻ്റെ ബ്രീഡിങ് ശരിക്കും എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാ ഫിഞ്ചും ഇവിടെ ബ്രീഡാവുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയണ കേസ്, ഫിഞ്ച് വളർത്തണവർ പറയുന്ന ഒരു കേസ് വെച്ചാൽ ഈ എക്സോട്ടിക്കൽ പാരറ്റ് ഫിഞ്ച്, കട്ട് ത്രോട്ട്, ബ്ലോസം ഹെഡ്, ലാവൻഡ്ര ഇതൊന്നും ബ്രീഡാവുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ, അതിൽ 5 കുഞ്ഞാണുള്ളത്. വെള്ളം ബ്രസ്റ്റ് 5 കുഞ്ഞിരിക്കുന്നുണ്ട്, പിന്നെ റെഡ് കുഞ്ഞ് പട്ടേരയിൽ 3 കുഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 ദിവസം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യും. 2 നേരം നോക്കും, കാലത്തും വൈകിട്ടും ഹാൻഡ് ഫീഡ് ചെയ്യും. കുറച്ച് ഇല്ലെങ്കിൽ തന്നെ കുറച്ചും കൂടി നമ്മൾ കെജിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ കെയർ ചെയ്ത് എടുക്കണം. ചെറിയ സാധനം ആയതുകൊണ്ട് നമ്മൾ ടീസ്പൂണൊക്കെ ഉപയോഗിച്ചാണ് ബേഡിന് എടുക്കുക. അതുപോലെ ടീസ്പൂൺ ഉപയോഗിച്ചാണ് ബേഡിന് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. കിളികൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഏവിയർ ആയത് കാരണം ഇപ്പോൾ കേജിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്തത് കേജിലാണ് ചെയ്തത്. വലിയൊരു കേജായിട്ട് സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഞാനൊരു ഏവിയർ ആയിട്ട് സെറ്റ് ചെയ്തത്. അതിന് ശേഷമാണ് എനിക്ക് റിസൾട്ട് വന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആളുകൾ ഫിഞ്ച് ബ്രീഡേഴ്സ് ചെയ്യുന്നത് ചെറിയ ചൈന കേജുകൾ പോലുള്ള കേജുകളിലാണ് സെറ്റ് ചെയ്യണം. അതുകൊണ്ടായിരിക്കും അവർക്ക് ബ്രീഡിങ് കുറയണത്. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലീൻ ആണോ പോവാം. നമുക്ക് ഓരോ ബേഡ്സിനായിട്ട് നമുക്ക് കണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ഓരോ കേജായിട്ട് സെറ്റ് ചെയ്ത് ഇതിൽ മെയിനായിട്ട് ഇതിപ്പോൾ ഇത് ഹാൻഡ് ഫീഡിങ് ചെയ്യണ കുഞ്ഞായതുകൊണ്ടാണിത് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൽ ഞാൻ ജാവ മാത്രമാണ് മെയിനായിട്ട് ചെയ്യണത്, സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അതിൽ ഒരു 3-4 പേര് ഗോൾഡിയാണും ഒരു പേര് ഗ്രീൻ സിംഗ് ഫിഞ്ചും അഡീഷണൽ ഇട്ടിട്ടുണ്ട്. എനിക്കത് വേറെ കേജ് ഇല്ലാത്തതുകൊണ്ട് ഞാനതിൽ ഇട്ടേക്കുന്നതാണ്. ശരിക്കും ഇതിൽ ജാവ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവർക്ക് ഈ വാക്സ് ബിൽ എന്ന് പറഞ്ഞ ഐറ്റത്തിന് ലൈവ് ഫുഡ്
എന്തായാലും വേണം, എമർജൻസിയാണ്. ഡെയിലി ലൈഫ് ഫുഡ് വേണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കൾച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പുഴുക്കളിട്ട് ഡെയിലി കൊടുക്കും. വേംസിനെ കൊടുക്കും. നമുക്കിനി അടുത്ത ഈ കേജിലാണ് ഞാൻ മെയിനായിട്ട് എക്സോട്ടിക് ബേഡുകളെ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ എക്സോട്ടിക് ബേഡുകൾക്ക് ഇപ്പം ഞാൻ എൻ്റെ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഇവർക്ക് ഗ്രീനിഷ് കളർ ഭയങ്കരമായിട്ട് കേജിൽ വേണം. പിന്നെ പച്ചിലയുടെ ഇടയിലേക്കാണ് ഇവർ കൂട്ടാനുള്ളൊരു ടെൻഡൻസി കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ലീഫുകളൊക്കെ വെച്ചിട്ടാണ് ഓരോ നെസ്റ്റ് ബോക്സിൻ്റെയും സെറ്റ് ചെയ്തേക്കണം. ഇവര് മെയിനായിട്ട് ബുഷുകളുടെ ഇടയിലാണ് വെക്കുക കൂട് കൂട്ടുക. അപ്പൊ നമ്മ ബുഷാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് എനിക്ക് നമ്മ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇത് പരിചയത്തിൽ ഇതിൽ ഞാനിപ്പോ ഒരു 10 വർഷത്തോളമായി. മുന്നേ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് നെക്സ്റ്റ് ബോക്സുകൾ വെച്ചിരുന്നത്. അന്ന് എനിക്ക് ബ്രീഡിങ് ഉണ്ടായിരുന്നില്ല. ഇവര് മുട്ടയിടും, പിന്നെ ഇറങ്ങിപ്പോരും, പിന്നെ കുഞ്ഞുങ്ങൾ നോക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീടാണ് എനിക്ക് തോന്നിയത് ഇവർക്ക് ഇത്തിരി കൂടിയും നമുക്കൊരു ഗ്രീനിഷ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ലീഫുകളൊക്കെ വാങ്ങിച്ച് ഓരോ നെക്സ്റ്റ് ബോക്സിന് ഞാൻ കവർ ചെയ്തേക്കാണ്. ഇപ്പൊ നമ്മ അതുകൊണ്ട് അടച്ചൊരു അതിന്റെ ഇടയിലാണ് നെക്സ്റ്റ് ബോക്സ് നമ്മൾ വെക്കുന്നത്. ഇതിലാണ് ഈ ഇരിക്കുന്ന ബേഡാണ് ഫയർ ഫിഞ്ച് എന്ന് പറഞ്ഞാൽ റെഡ് കളർ കണ്ടോ പറഞ്ഞ് ഇരിക്കുന്ന അതാണ് ഫയർ ഫിഞ്ച് പറഞ്ഞത്. ഇത് മുട്ടക്കിരിക്കുകയാണ്. ഇത് ബ്ലോസം ഹെഡ് എന്ന് പറഞ്ഞ ബ്രീഡാണ്. നമ്മളെല്ലാവരുടെയും കണ്ടുള്ള കേജ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വുഡിന്റെ നമ്മള് അതെന്നുവെച്ചാലേ ഫിഞ്ചിനെ സംബന്ധിച്ചോളം ഇവര് ചിലപ്പോ ബാമ്പുവിന്റെ നെക്സ്റ്റ് ബോക്സിലെ ഒരു കേജ് പിടിക്കും, ചിലപ്പോ വുഡനിൽ പിടിക്കും. അപ്പൊ നമ്മ എല്ലാം വെച്ചു കൊടുത്തേക്കാണ്. വുഡനും വെച്ചിട്ടുണ്ട്, ഹാഫ് നെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നെക്സ്റ്റ് ബോക്സുകളും നമ്മൾ വെച്ചു കൊടുത്തേക്കാം. ഇത് സ്റ്റാർ പിഞ്ചാണ്. അത് അതിന് മുട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് അതിനും ഒരു ഗ്രീനിഷ് നമ്മൾ ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ, പല ബേഡ്സ് ഉള്ള കാരണം ഒരു പല കൂടുകളിൽ കൂട് കൂട്ടാൻ താല്പര്യം കാണിക്കും. പലരും എന്നോട് വന്ന് ചോദിച്ചൊരു കാര്യം വെച്ചാൽ ഇത്രയും വെറൈറ്റികൾ ഇടുമ്പോ അവർ തല്ല് പിടിക്കില്ല എന്ന് ചോദിക്കും. ഇപ്പൊ ഒരു ബേഡ് വന്നിട്ട് വേറെ ബേഡിനെ ആക്രമിക്കുമെന്ന് ചോദിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു വേറെ ബേഡ് ഒന്ന് വേറെ മുട്ട കൊത്തിക്കളയുക അല്ലെങ്കിൽ കുഞ്ഞിനെ എടുത്ത് പുറത്തിടുക, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. ഞാനിവിടെ ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ഒരു മെഡിസിന് ഞാൻ കൊടുക്കുന്നില്ല. വെള്ളത്തിൽ കൂടെ നമ്മ കുറച്ച് ബി കോംപ്ലക്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിമറാള അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നില്ലാണ്ട്. കൊടുക്കാനുണ്ടോ കുട്ടികളൊക്കെ? കൊടുക്കാനുണ്ടായിരുന്നൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് അലീക്ക എന്ന് പറഞ്ഞാൽ അറിയും, ചിലപ്പോൾ കുന്നംകുളത്ത് പാരറ്റിനെ വളർത്തുന്ന ടീമാണ്. പുള്ളി ഒന്നൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ കൊണ്ടുപോയില്ല. ഇനി ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ആയി വരുന്നത്. അനിൽ ചേട്ടൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻക്വയറിയും കാര്യങ്ങൾക്ക് ആളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ നമ്മുടെ ചേട്ടൻ നമ്മുടെ ഫുഡുകളുടെ കാര്യം കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഓരോ കുപ്പിയിൽ ഓരോന്ന് ഇരിക്കുന്നുണ്ടല്ലേ? ഓരോന്ന് വെച്ചേക്കണം. ഇതിപ്പോ എന്താ യെല്ലോ മില്ലറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നൈഗർ എന്ന് പറഞ്ഞ ഫുഡാണ്. മറ്റേ ആഫ്രിക്കനൊക്കെ സൂര്യകാന്തിത്ത് കൊടുക്കുന്ന പോലെ ഫിഞ്ചിന് നൈഗറാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എണ്ണമയം ഉണ്ടാവാനായിട്ട്. ഇത് റെഡ് മില്ലറ്റ് ആണ്. ഇത് റെഡ് തന്നെയാണ്. ഇത് വൈറ്റ് മില്ലറ്റ് ആണ്. ഇത് കുതിരവാല്. കഴിയുന്നതിനനുസരിച്ച് ഇവിടെ വന്നിരിക്കും. ഇതിലേക്ക് നമ്മ ഇനി ഞായറാഴ്ചയാണ് ഇത് ഫില്ല് ചെയ്യണ ദിവസം. ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളിൽ കയറുള്ളൂ. അപ്പോഴേക്കും ഇതൊക്കെ ഫുള്ള് കഴിയോ? ഒരു ഇതാണ്. അതെ. പുതിയതായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ പോണവർക്ക് അല്ലെങ്കിൽ ഇത് തുടങ്ങാൻ പോണവർക്ക് ഇതൊരു വരുമാന മാർഗമാക്കാനായിട്ട് വരുമാന മാർഗം േക്കാട്ടും കൂടുതൽ ഫിഞ്ചിലേക്ക് ഞാൻ അധികം ആൾക്കാരെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ ഫിഞ്ചിലേക്ക് നമ്മൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം. ബേഡുകൾ വേറെ വളർത്തി ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റം കണ്ടുപിടിക്കാനുള്ള കുറച്ചും കൂടി മൈന്യൂട്ടായുള്ള ഒരു വളരെ ലൈറ്റ് ബേഡാണ്. പെട്ടെന്ന് ഇപ്പോൾ പാരറ്റൊക്കെ ആണെങ്കിൽ ഹെവി നല്ല ഹെൽത്തി ബേഡാണ്. ഇത് വളരെ ചെറിയ, ഈവൻ നൈറ്റിൽ നെറ്റും കൂടെ ഒന്ന് അടിച്ചാൽ പോലും അവർക്ക് ഹെൽത്തിന് എന്തെങ്കിലും പറ്റും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു ബേഡാണ്. മറ്റുള്ള ബേഡ്സിനെ പോലെയല്ല ഫിഞ്ചിനെ. ഫിഞ്ചിലിപ്പോൾ ഇവിടെ എത്ര തരം വെറൈറ്റി ഉണ്ട്? ഇവിടെ ഇപ്പോൾ ഇത് ലാവൻഡറാണ്. എൻ്റെ കയ്യിൽ ലാവൻഡർ വാക്സിലുണ്ട്, കോട്ടൺ ബ്ലൂ ഉണ്ട്, ഫയർ പിഞ്ച് ഉണ്ട്, ഗോൾഡൻ ബ്രസ്റ്റ് ഉണ്ട്, ചെറി ബ്ലോസം ഉണ്ട്, പാരറ്റ് ഫിഞ്ച് ഉണ്ട്, പിന്നെ കട്ട് ത്രോട്ട് ഉണ്ട്, പിന്നെ വൈദ്യ ഉണ്ട്, പിന്നെ ഗോൾഡിയോൺ,
പിന്നെ ഗ്രീൻ സിംഗി ഫിഞ്ച്. ഈ ഫിഞ്ചസിനെയൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇപ്പൊ പാരറ്റ് ഫിഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് 16-17 ഉണ്ട്. അപ്പോൾ 17,000 രൂപ കൊടുത്തിട്ട് ഇത്രയും ചെറിയൊരു കിളിനെ എടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ ഒരു എന്താ പറയാ സാധാരണക്കാർ എടുക്കില്ല. അപ്പൊ ഇതില് ഫിഞ്ച് എക്സോട്ടിക് വളർത്തുന്നവർ കൂടുതൽ ഇത്രയും കൂടി കോസ്റ്റ്ലി ആൾക്കാരാണ്. പിന്നെ അതിനോട് നല്ലോണം പഠിച്ചിട്ട് തന്നെ ചെയ്യണം ആൾക്കാർ. അതിനോട് താല്പര്യം കൂടി വേണം. നല്ലോണം പഠിച്ചിട്ടെന്ന് വെച്ചാൽ ഈ 16,000 രൂപയ്ക്ക് നമുക്കൊരു സൺകൊണൂർ കിട്ടും. അതെ അതെ, കുറച്ചും കൂടി വലുതുമാണ് ഇതല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ഇത് പിന്നെ ആൾക്കാർക്ക് അധികം ഇണങ്ങില്ലല്ലോ. അതിന്റെയും പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതലും ഫിഞ്ചിരിക്കാൻ ആൾക്കാർ കുറവാണ് വരുന്നത് കേരളത്തിൽ മാത്രം. ഇത് റെഡ് വിങ് പട്ടേരയുടെ കുട്ടികളാണ്. അതിന്റെ മാസ്റ്റർ ബ്രീഡ് കാണിച്ചു തരാം. റെഡ് കണ്ട ലെഫ്റ്റ് സൈഡിൽ അത് അതിന്റെ കുട്ടികളാണ്. ഇപ്പൊ ഈ ഒരു കേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേജില് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും മഴ ഉള്ള കാലാവസ്ഥയാണല്ലോ നമുക്ക്. മഴയുണ്ട്. അപ്പൊ എന്താ വെച്ചാല് ഫ്രണ്ട് ഇടുന്നത് ചുറ്റുപാട് ഇടുന്ന നെറ്റ് എന്തായാലും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇടണം. അപ്പൊ ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പൊ അത് ഭയങ്കര വിലയാണ്. ഒരു സ്ക്വയർ ഫീറ്റ് 65 രൂപയാണ്. പലയിടത്തും ഞാൻ പോയി കണ്ടിട്ടെന്ന് വെച്ചാൽ അവരെ നെറ്റുകൾ തുരുമ്പ് പിടിച്ചിട്ട് ദ്രവിച്ചു പോണ ഒരു അവസ്ഥയുണ്ട്. ഇവരെ ഈ കാഷ്ടത്തിന് ഭയങ്കര അസിറ്റിക് പവറാണ്. ഫിഞ്ചിന്റെ എല്ലാ ബേഡ്സിന്റെയും അതിലേക്ക് അവർക്ക് കിളികൾ ലോസായി പോകും. അപ്പൊ അത് മാറ്റിയിട്ട് ഒരു കേജ് അടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നെറ്റ് കിട്ടിയത്. അപ്പൊ ഞാൻ 4 ചുറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിന്നെ അതുപോലെ മുകളിൽ പോളിമർ വെയിൽ ഇപ്പൊ നമ്മളില് പ്ലാന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ ഒറിജിനൽ ഒരു വെയിലിന്റെ ഒരു അംശം വേണം. ഇത് അധികം വെയിലാവാൻ പാടില്ല. പിന്നെ ഇത് ഇന്റീരിയൽ ചെയ്യണ പ്ലാന്റ്സുകളാണ് നമ്മളില് സെറ്റ് ചെയ്യണം. ഇത് നമ്മളിവിടെ ഒരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മള് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങളൊരു സൺഡേ മാർക്കറ്റ് പൂച്ചക്കുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് നമ്മൾ കോഴി കുഞ്ഞുങ്ങൾ എല്ലാ ആഴ്ച ഇറക്കും. ഇതിപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചകളിലേക്ക് സൺഡേ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. പുറത്തേക്ക് കൊടുക്കണില്ല. പുറത്തേക്ക് ഇവിടെ വരുന്നുണ്ട് ആൾക്കാർ. നമ്മൾ മാർക്കറ്റിൽ എന്തായാലും നമ്മളത് എല്ലാ ഞായറാഴ്ച രാവിലെ 8 മുതൽ 12 മണി വരെ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മ. അവിടെ ഒരു കർഷക കൂട്ടായ്മ, ചേലൂർ കർഷക കൂട്ടായ്മ. അപ്പോൾ അതിൽ ഇപ്പം നാടൻ മഞ്ഞപ്പൊടികൾ വരും, കായക്കൊലകൾ വരും. നമ്മുടെ വീട്ടിൽ എന്തുള്ളൂ. ഇപ്പൊ അടുത്ത ആഴ്ച എനിക്ക് ഇവിടെ കുറച്ച് വഴുതനങ്ങ ഉണ്ട്. നമ്മള് വിഷം അടിക്കാത്ത നമ്മുടെ വീട്ടിലുണ്ടാവണം. അത് കൊപ്പയ്ക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് കഴിക്കണേക്കാളും കൂടുതൽ അധികം വരാണെങ്കിൽ അവിടെ കൊണ്ട് ചെയ്യാൻ. ഇവിടെ ഇപ്പൊ നമ്മൾ മെയിനായിട്ട് ഒരു 3 വെറൈറ്റി കോഴിയാണ് നമ്മുടെ ചെയ്യണത്. തനതായ നമ്മുടെ ഇവിടുത്തെ വെജിറ്റബിൾസുകൾ, ഇപ്പോൾ മത്തങ്ങ ആയിക്കോട്ടെ, കുമ്പളങ്ങ ആയിക്കോട്ടെ, എല്ലാം വിഷം കുത്തിവെക്കാതെ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയില്ല നേന്ത്ര കായയിൽ എന്തെല്ലാം വിഷം കുത്തിവെച്ചിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അത് ഇപ്പൊ പുഴ അടിക്കാത്ത തന്നെ ആൾക്കാർ നോക്കി വാങ്ങുന്നില്ല. പുഴ ഉള്ളതാണ് ഇന്ന്. ഇപ്പൊ ഞങ്ങളുടെ മാർക്കറ്റിൽ ഇപ്പൊ ചീര വന്നു കഴിഞ്ഞാൽ ഇലയിൽ പുഴുക്കുത്തുണ്ടാവും. എന്നുവെച്ചാൽ അവിടെ മരുന്ന് അടിക്കാത്ത. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഇവിടെ ഇതിൽ നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ചീരകൾ. ഇവരൊന്നും നമ്മൾ ഒരു മരുന്നൊന്നും നമ്മൾ ചെയ്യണില്ല. അപ്പോൾ അതായത് നമ്മുടെ അനിൽ ചേട്ടൻ്റെ ഫുൾ ഫാമുകളും കാര്യം കണ്ടില്ലേ. ഒരുപാട് തരം എക്സോട്ടിക്, അതായത് ചെറിയ ചെറിയ ബേഡ്സ് ആണെങ്കിൽ തന്നെ അതിൽ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് തരം ബേഡ്സുകളും കളക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുകളിലേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആകാശവെള്ളരി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. റയർ ഫ്രൂട്ടാണ്. പച്ചക്കറി ഭയങ്കര പ്രോട്ടീനാണ്. പച്ചക്കറിയിൽ പെടും. കുമ്പളങ്ങ പോലെ ഇരിക്കും പക്ഷെ അതിൻ്റെ ഫ്ലേവർ മുഴുവൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതിന്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ അത് മൊത്തം എടുക്കും. പിന്നെ നേരത്തെ നമ്മളൊരു പ്രാവിന്റെ കാര്യം കണ്ടത് ജാക്കോബിൻ. അത് മാത്രമേ മുന്നേ പ്രാവായിരുന്നുണ്ടായിരുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിഞ്ചിലേക്ക് തിരിഞ്ഞു. ആള് 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഇതാണ്. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു ചേട്ടനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ എത്ര നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല തന്നെ വളരെ സന്തോഷം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ അടുത്തടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനോട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.